ജാസ്മിനും അഭിഷേകും തമ്മിൽ വമ്പൻ അടി നടന്നിരുന്നു. ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടാണ് അടി നടന്നത്. ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട 5 വോട്ടുകൾക്ക് അവിടെ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ വഴി തെളിയിച്ചത്. അവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രമേ ഞാൻ താല്പര്യപ്പെട്ട് സംസാരിക്കൂ എന്നൊരു കാര്യമാണ് അവിടെ അഭിഷേക് പറഞ്ഞത്. അതാണ് ജാസ്മിൻ അവിടെ ചോദ്യം ചെയ്തത്. നിനക്ക് ഇഷ്ടപ്പെട്ടവരോട് മാത്രം സംസാരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യകതയില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സംസാരിക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടങ്ങിയത്. പക്ഷേ തിരിച്ച് അവിടെ അഭിഷേക് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഗബ്രിയുടെ അടുത്ത് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമായിരുന്നോ, നിന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം പറഞ്ഞത് സത്യമായിരുന്നോ എന്നാണ് അവിടെ ചോദിച്ചത് അഭിഷേക്. സത്യത്തിൽ അത് ജാസ്മിനെ കുരുക്കാനുള്ള ഒരു ചോദ്യം തന്നെയായിരുന്നു. പുറത്തുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവിടെ ചോദ്യം ചോദിച്ചത്. പക്ഷേ അവിടെ അഭിഷേകിനറിയാം ജാസ്മിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് നല്ല സപ്പോർട്ട് കിട്ടും. ജാസ്മിനെതിരെ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ജാസ്മിന്റെ വായ അടപ്പിച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ജാസ്മിൻ ഹേറ്റേഴ്സിന്റെ സപ്പോർട്ട് അഭിഷേകിന് വീഴും എന്നുള്ള ഒരു തോന്നലാണ് ജാസ്മിനെതിരെ അവിടെ സംസാരിക്കാനായിട്ട് അഭിഷേകിനെ പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമാണ്. അത് അഭിഷേക് പറയുന്നുണ്ട്. എൻ്റെ ആ ചോദ്യത്തിന് അർത്ഥമുണ്ട്, അത് പുറത്തുള്ളവർക്ക് മനസ്സിലായിക്കോളും എന്നവിടെ പറയുന്നുണ്ട്. പിന്നീട് സായി അത് പറയുന്നുണ്ട്, അത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, വേണ്ടിയിരുന്നില്ല അഭിഷേക് എന്ന് പറയുമ്പോഴാണ് അഭിഷേക് അതിനെ ഇങ്ങനൊരു മറുപടി പറഞ്ഞിരുന്നത്. സത്യത്തിൽ പക്ഷേ അവിടെ ജാസ്മിൻ വായടച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുറകെ നടന്ന് അവിടെ അഭിഷേകിന്റെ അടുത്ത്, നീ എൻ്റെ അടുത്ത് സംസാരിക്കാൻ വയ്യ, എന്താണ് ഞാൻ നുണ പറഞ്ഞത്, എന്താണ് ഞാൻ ചെയ്തത് എന്ന് എൻ്റെ അടുത്ത് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിന്റെ പുറകെ നടക്കുന്നുണ്ടായിരുന്നു അവിടെ ജാസ്മിൻ. സത്യത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ അഭിഷേക് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും ജാസ്മിന്റെ ഒപ്പം സംസാരിച്ച് ജയിക്കാൻ അഭിഷേകിന് സാധിക്കില്ല എന്നാണ് നമുക്ക് ആ സിറ്റുവേഷൻ കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം. ജാസ്മിനിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പോലെയാണ് അഭിഷേക് മാറിപ്പോയിരുന്നത്. കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ടോപ്പിക്ക് അഭിഷേകിന് ആ വീട്ടിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, പുറത്തുള്ള കാര്യങ്ങളാണ്, ബിഗ് ബോസ് വീടിനുള്ളിലുള്ള കാര്യമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു തരത്തിലും അവിടെ ജാസ്മിനായിട്ട് ഈ ടോപ്പിക് അവിടെ സംസാരിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ജാസ്മിൻ എങ്ങനെയും ഒഴിവാക്കാനേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ കള്ളം മാത്രം പറയുന്ന നിന്നെ പോലുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കായിരുന്നു അവിടെ അഭിഷേക് ജാസ്മിനെ. പക്ഷെ ജാസ്മിൻ പുറകെ വരുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ എങ്ങനെയൊക്കെ സംസാരിച്ചാലും അഭിഷേകിന് ജാസ്മിന്റെ ഒപ്പം മുട്ടി നിൽക്കാൻ സംസാരത്തിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും ജാസ്മിനെ സംസാരിക്കാനുള്ള ഒരു കഴിവ് അത് അപാരമായിട്ട് തന്നെയുണ്ട്. അതില്ലെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റാവുന്ന കാര്യമല്ല. അവിടെ അഭിഷേകും ജാസ്മിനും തമ്മിലൊരു ഏറ്റുമുട്ടൽ നടന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവിടെ സംസാരം കൊണ്ട് മുന്നിട്ട് നിൽക്കുക ചിലപ്പോൾ ജാസ്മിൻ ആയിരിക്കും. അത് അഭിഷേകിനെ പ്രത്യേകിച്ച് ഈ ടോപ്പിക് അവിടെ സംസാരിക്കാനും സാധിക്കില്ല. ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യമാണ് അവിടെ എടുത്തിട്ടത്. പക്ഷേ ഈ ഒരു അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യം എടുത്തിടുമ്പോൾ അഭിഷേകിന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ജാസ്മിൻ ഹേറ്റേഴ്സിന്റെയാണ്. അത് കിട്ടുമെന്ന് അറിയാവുന്ന അഭിഷേക് തന്നെയാണ് ആ ഒരു വിഷയം അവിടെ എടുത്തിട്ടതും. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റാത്ത ഒരു വിഷയമാവുകയും ചെയ്തു. അഭിഷേകിനെ മറ്റ് വീടിനുള്ളിലുള്ള എത്രയോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവിടെ ജാസ്മിന് ഉത്തരം മുട്ടിക്കാൻ സാധിക്കുമായിരുന്നു. അതൊന്നും പറയാതെ ഈ ഒരു ടോപ്പിക് എടുത്തിട്ടത് കൊണ്ട് സത്യത്തിൽ അവിടെ അഭിഷേക് ഒന്നുമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. ഒന്നും മിണ്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ അഭിഷേകിനെയാണ് സത്യത്തിൽ അവിടെ വന്നത്.